ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മമ്മൂക്കാടെ ബ്രഹ്മയുഗത്തിന് ഓസ്കർ അവാർഡ് കിട്ടാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ് ഓസ്കർ അവാർഡ്? അപ്പൊ ചക്കാന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങാന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങാന്ന് പറഞ്ഞ ഒലക്ക, ഹൗണ്ട് അലാക്കില് ഔലൂസും കഞ്ഞി. അപ്പൊ മമ്മൂക്കാക്ക് ബ്രഹ്മയുഗത്തിൽ എന്താണ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദേശീയ അവാർഡിന് കിട്ടാൻ കിടക്കുന്നുള്ളൂ. പ്രകാശ് രാജുണ്ടല്ലോ നമ്മളെ മറ്റാള് ചെല്ലോ. അപ്പൊ ചെല്ലത്തിന്റെ ആള് ഓൾറെഡി പറയണെന്താ, മമ്മൂക്ക അതിനേക്കാളും മേലെയാണെന്നാ പറയുന്നത്. അപ്പൊ ഓസ്കർ അവാർഡ് കിട്ടുന്നുള്ള യാതൊരുവിധ സംശയമില്ല. ഓസ്കർ അവാർഡ് ഒരു മലയാളി എന്ന് പറയുന്ന ഒരാൾക്ക്, ഒരു മലയാളിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ, മികച്ച സിനിമക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൽ അഭിമാനം മറ്റൊന്നുമില്ല. എങ്ങനെ എവിടെയാണ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറഞ്ഞാൽ അഭിനയ കുലപതി, അഭിനയ ചക്രവർത്തി, എന്താ പറയാ, അഭിനയത്തിന്റെ എല്ലാം ആവാഹിച്ച ഒരു സംഭവം എന്നൊക്കെ പറയില്ലേ, അന്ന പോലത്തെ ഒരാളുണ്ട്. ആരാല്ലേ നമ്മളെ മമ്മൂട്ടി, മിസ്റ്റർ മെഗാസ്റ്റാർ മമ്മൂട്ടി, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ പറയില്ലേ, ആ ആളന്നെ. അപ്പൊ മമ്മൂക്കാക്ക് സംസ്ഥാന അവാർഡ് അല്ലെങ്കിൽ ഈ ദേശീയ അവാർഡ്, ഞാൻ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം നേരം കൊണ്ടല്ലേ സെക്കൻഡ് കൊണ്ട് മുഖത്തെ ആ ഭാവങ്ങളും ആ ഒരു ഐറ്റംസ് ഒക്കെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പുള്ള ഒരു ആക്ടർ വേറെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഒരു മഹാനടന വിസ്മയമാണ് ആര്, മമ്മൂക്ക എന്ന് പറയുന്നത്. വിമൻ പോട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതാ കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ഐറ്റംസ് ഇങ്ങനെ മാറ്റി 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 ആവാഹനത്തിന്റെ ആവാഹനമൂർത്തി എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഹലാക്കിന്റെ ഔരൂസം കഴിഞ്ഞായിട്ട് ഇങ്ങനെ അടിച്ച് ഹലാക്കിന്റെ ചപ്പും ചവറും എന്നൊക്കെ പറഞ്ഞ പോലെ ഇനി ഒരു ലെവലില്ലാത്ത രീതിയിലും മമ്മൂക്ക എന്ത് ചെയ്തു, ആ ക്യാരക്ടർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ മമ്മൂക്കാക്ക് ഈ ഓസ്കർ അവാർഡ് കിട്ടുക അല്ലെങ്കിൽ കിട്ടാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മലയാളികളാണ്. പ്രത്യേകിച്ച് കേരളക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാ ഭാഗത്തും മലയാളികളുണ്ട്. അപ്പൊ ലോകത്തിന്റെ ഏത് കോണുണ്ടോ ആ കോണിലൊക്കെ ഒരു മലയാളിയെങ്കിൽ എവിടെയൊക്കെ ഒരു ഭാഗത്തുണ്ടാവും. അതൊരു സത്യമായ കാര്യമാണ്. അപ്പൊ ആ ലെവലില് മമ്മൂക്കാക്ക് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞ പൊന്നോ മലയാളികളുടെ മാനം എന്താക്കാണ്, അങ്ങ് ലോകത്തിൽ ഏത് വേൾഡിൽ ഒന്നാകാണ്ട് ചവറാക്കി മമ്മൂക്ക എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഈ 74-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 74 വയസ്സ് കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അപ്പൊ ആ വയസ്സിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനത്തെ ഒരു അഭിനയ ലെവല് എടുക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ മമ്മൂക്കയുടെ ലെവല് വേറെ ഏത് ലെവല്, ഹൈ റേഞ്ച് എന്നൊക്കെ പറയില്ല, ഹൈ റേഞ്ച് അല്ല ഇത്, ഹലാക്കിലെ റേഞ്ചായി മാറി എന്നൊക്കെ പറയേണ്ട ലെവലേ വരും. അപ്പോ ഇനി ഒരുപാട് സിനിമകൾ, കളങ്കാവലൊക്കെ വരാൻ കിടക്കണല്ലോ. കളങ്കാവലിനെ പറ്റി കുറെ ആൾക്കാർ മറ്റേ നെഗറ്റീവ് പരാമർശങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. കളങ്കാവല് അങ്ങനെ ആവും, കളങ്കാവല് ചവറാവും, കളങ്കാവല് ചക്കാവും, മാങ്ങാവും, തേങ്ങാവും. എന്ത് വെറുപ്പിക്കലെന്നാ പറയണ്ടേ, വെറുപ്പിക്കലിന്റെ നമ്മളെക്കാട്ടും വലിയ വെറുപ്പിക്കലാണ് അവര് വെറുപ്പിക്കണേ. അപ്പൊ അതുക്ക് മേലെ എന്നൊക്കെ പറയില്ലേ, അതുക്ക് മേലൊക്കെ അവിടെ ഇരുന്നാൽ മതി. അപ്പൊ കളങ്കാവലിനെ പറ്റിയിട്ട് മറ്റേ കളങ്കാവല് നാറും അല്ലെങ്കിൽ കളങ്കാവല് ചപ്പാവും ചവറാവും, കളങ്കാവല് 5 കായ്ക്കുണ്ടാവില്ല, അതില് മമ്മൂക്കയുടെ ഉള്ള ആ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് ഒക്കെ നാരിപ്പൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും പല രീതിയിലും വീഡിയോകളും അതുപോലെ തന്നെ കമന്റ്സുകളും മറ്റുള്ളതൊക്കെ ആയിട്ട് ചവറാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ചവറാക്കിയിട്ടിട്ടും കാര്യമില്ല. കളങ്കാവൽ നെഗറ്റീവ് ക്യാരക്ടറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ തള്ളിപ്പറയാൻ ഒരു ചെറിയൊരു അണുമണി തൂക്കം പോലും എന്തുണ്ടാവില്ല, ഒരു പറയാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ലെവലാക്കിയിട്ടാണ് മറ്റാളെ ചെയ്യണത് ഇതൊക്കെ ഷൂട്ടിങ്. അതായത് മമ്മൂക്കനോട് അഭിനയിക്കാൻ പറയുമ്പോൾ മമ്മൂക്ക അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ ഒരു രംഗം ഒന്ന് അഭിനയിക്കാൻ പറയുമ്പോൾ, ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ഒരു സീൻ മമ്മൂക്ക ഒരു ജീവിക്കണ പോലത്തെ ഒരു രംഗമാക്കി മാറ്റുകയാണ്. അതാണ് അഭിനയത്തിന്റെ ആവാഹനമൂർത്തി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ലോകകുലപതി എന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയ ആളാണ് ആരാണ് ആരാന്ന് പറയുന്നേ, അതാണ് നമ്മളെ മമ്മൂക്ക.
അപ്പൊ ഇനിയിപ്പോ ആ ലെവലിൽ ഇനിയിപ്പോ ഏത് ലെവലിൽ ഇനി മമ്മൂക്കാനെ തൂക്കാൻ നോക്കി കഴിഞ്ഞാലും മമ്മൂക്ക തൂക്കും പൊന്നാര മക്കളെ. കാരണം ഇപ്പോഴത്തെ ലെവലിൽ എന്ന് പറഞ്ഞാൽ മമ്മൂക്കൊക്കെ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെറിയ കുടലിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ അറിയണ കാര്യമുണ്ടല്ലോ. അപ്പൊ ആ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആളിപ്പോ ഓരോരോ പോസ്റ്റുകളും ഓരോരോ വീഡിയോസും ഓരോരോ പിക്ചറൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. ഓരോ രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരോ സ്റ്റൈലിഷ് ലുക്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് മാറി മാറി വന്നിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കേണ്ട ഒരാളാണ് ആര്, മമ്മൂക്ക. അപ്പൊ ഇനിയിപ്പോ നമ്മള് മമ്മൂട്ടി ഫാൻസിനും പറയില്ല, മോഹൻലാൽ ഫാൻസിനും പറയില്ല, രണ്ട് നടന്മാരും നമുക്ക് വേണ്ടിയതാണ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാടെ ഓസ്കാറിനെ കിട്ടിയ കാര്യം. ഇപ്പൊ ഇനിയിപ്പോ ലാലേട്ടനക്കാണ് ഓസ്കാർ അവാർഡ് കിട്ടണമെങ്കിൽ ലാലേട്ടന്റെ കാര്യം പറയും, അത് സ്വാഭാവികമാണ്. അവർ നടത്തിയ നടനത്തിന് യാതൊരുവിധ പിൻവാക്കത്തിൽ അല്ലെങ്കിൽ ബാക്കിലുള്ള ആളല്ല. പക്ഷെ എന്താണ്, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളെ കുത്തി നോവിക്കാൻ അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഉള്ളത് പോലെ പറയണല്ലോ. അപ്പൊ അതാണ് ഏത് അങ്ങനെ തന്നെ. അപ്പൊ മലയാളികളുടെ മഹാനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക, മലയാളം മഹാനടൻ തന്നെ, മലയാളത്തിൽ മഹാനടൻ തന്നെയാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ രണ്ടും രണ്ട് ലെവലാന്നൊക്കെ പലരും പല അഭിപ്രായം പറയും. പക്ഷെ നമ്മൾ ഓരോ സിനിമ എന്താണ് സിനിമ വിലയിരുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് കൂടുതൽ അങ്ങനെ അവിടെ പരിപോഷിപ്പിക്കുക ഇവിടെ പരിപോഷിപ്പിക്കുക, കുറച്ച് അങ്ങോട്ട് കുത്തുക കുറച്ച് ഇങ്ങോട്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ കളങ്കാവല് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കാവല് ഇനി ഇറങ്ങാൻ വേണ്ടി പോണ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണ്. അപ്പൊ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൂക്കും. കാരണം അതിലാരോ ചോദിച്ചപ്പോ നമുക്ക് പറയണ്ട് തിയേറ്ററിൽ നമ്മൾ തൂക്കുമോ, നമുക്ക് 2026 നമ്മൾ തൂക്കാന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ 2026 നമ്മൾ തൂക്കത് കട്ടി വല്ലതും ആണെന്നൊക്കെ മെഷീനാണൊക്കെ ചോദിക്കണത്. അപ്പൊ തൂക്കൂല, അതല്ല സിനിമ വിജയിക്കൂല, അതാണ് ഇവിടെ നോട്ടം. കാരണം ഒരു സിനിമ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ഈ സാധനം ഇറക്കിയിട്ട് ഇങ്ങനെ ചവറാക്കുമ്പോ അത് വേറെ ലെവലാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഏത് അതന്നെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പൊ അതല്ല ഇതായാലും ഇതല്ല അതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. കളങ്കാവിലും മമ്മൂക്ക തൂക്കി എന്നൊക്കെ പറഞ്ഞപ്പോ മമ്മൂക്ക തിയേറ്റർ കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളാണ്. അതൊക്കെ ഒരു പദപ്രയോഗങ്ങളാണ്. കാരണം ആ പദപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതാണത്. ഓരോരോ പദപ്രയോഗങ്ങളുണ്ടല്ലോ. അതായത് അങ്ങനെയാണ്, അതിൽ കഥയില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാടെ ഇപ്പൊ ഈ കളങ്കാവലിന്റെ കഥകളും അതുപോലെ തന്നെ അതിന്റെ ഓരോരോ സ്വഭാവ ഗുണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റോൾ ചെയ്യാൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. നെഗറ്റീവ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ ഇയാൾ സെലക്ട് ചെയ്യുന്ന ആ സംഭവങ്ങളുണ്ടല്ലോ, ക്യാരക്ടറുകൾ, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. കാരണം അത് ആളാണ്ട് ഉൾക്കൊണ്ടിട്ട് ആ കഥാപാത്രമായി മാറിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനത്തെ ലെവലിലായി കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലായി കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ്. അപ്പൊ മമ്മൂക്കാക്ക് ഓസ്കാർ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട മക്കളെ, പൊന്നാരന്റെ പൊന്ന് മുത്തും മാണിക്ക ചങ്കളെ ഹലാക്കിന്റെ ഔലുസും കഞ്ഞികളെ ഒന്നും പറയണ്ട. എന്താണ് അത് ചവറാവും. മലയാളികളുടെ അന്തസ്സും അഭിമാനവും വാനോളം ഉയരും. മമ്മൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ. അപ്പൊ നമുക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തായാലും നമുക്ക് ഓസ്കാർ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.